തല്ലെല്ലാം കിട്ടിയതായിരിക്കും. തല്ല് കിട്ടിയത് കുഞ്ഞള്ളിയന്. എനിക്ക് എവിടെ നട തല്ല് കിട്ടിയത്? കിട്ടി തെളിവ് കിട്ടി. കഴിഞ്ഞ ദിവസം മുതൽ ഒരു തെളിവും കൊണ്ട് അടക്കം. ഇനി മേയർക്കെതിരെ എന്ത് തെളിവാ? മേയർ അല്ല ഹേ, മേയറിന്റെ റോൾ മോഡലുകൾസ് ആയിട്ടുള്ള പിണറായി വിജയൻ സഖാവിന്റെ മകളും സർവോപരി സൂര്യപുത്രിയും ആര്യപുത്രിയുമായ വീണ ചേച്ചിക്കെതിരെ കിടിലൻ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ആ ഷോൺ ജോർജ് ഇരുന്ന് കനകന പറയുന്നത് കേട്ടിട്ടാണെങ്കിൽ വെറുതെ തുള്ളാൻ നിൽക്കണ്ട കേട്ടോ. ഈ കൊനകൊന എവിടെ നിന്ന് വന്നെന്ന് അറിയാമോ? നിങ്ങളുടെ പാർട്ടിക്കകത്ത് വാ പോയ കോടാലി പി സി ജോർജ്. ആണെങ്കിൽ ഈ വാ പോയ കോടാലിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് CPM-നകത്ത് തന്നെയുള്ള ആ ഒരാൾ ആണ്. താനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾക്കൊക്കെ എല്ലാ ഒരു പുണ്യം. ഇനി SFIO വന്ന് അറസ്റ്റ് ചെയ്താലും പറയാ ഞങ്ങളെ വീണേച്ചി ഇതേ അല്ല എന്ന് പറയാം. നിങ്ങൾ കുറെ നാളായിട്ട് ഈ SFIO ഇപ്പൊ പിടിക്കും, ദാണ്ട പിടിച്ചു, എന്നാ പിടിച്ചോ എന്നാ എന്ത് ചെയ്യണം? വ്യക്തമായ തെളിവുകൾ ഇല്ലാതെ നിങ്ങളെയൊക്കെ കൂട്ടാൻ ഞങ്ങൾക്ക് കഴിയില്ലടോ. വ്യക്തമായ തെളിവുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോയി എരിച്ചു പിറക്കി നടന്നിട്ട് എടുത്തിട്ട് മാത്രമേ അല്ലാതെ ഈ ലൂപ്പ് ഹോൾ എന്ന് പറഞ്ഞ സാധനം പിടിച്ചോണ്ട് വരാൻ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നടക്കത്തില്ല. അമ്മാതിരി മണിച്ചിത്രത്തായിട്ടുള്ള പൂട്ടായിരിക്കും. പിന്നെ ഒലക്കയുടെ മൂട് ഒന്ന് പോടെ, ഒലക്കയുടെ മൂടും പിടിച്ചോണ്ട് ഇരുന്നോ അവിടെ ഇരിക്കാൻ കുറച്ച് നാൾ കുറെ കിട്ടിയിട്ടുണ്ട്. മറ്റേ വീണ വിദേശത്തേക്ക് പോയത് കാശ് മുക്കാനാണ്. നാളുണ്ടോ എനിക്കൊക്കെ ഇത് പറയാന്? അവര് വിദേശത്ത് നോക്കട്ടെ, അവരാഘോഷിക്കാനൊന്ന് പോയി. പിന്നാലെ SFIO പോയി. തേങ്ങാക്കൊല എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത്. പോകണം. നല്ല വിഷമമുണ്ടല്ലേ? നല്ല വിഷമമുണ്ട് സുഹൃത്തുക്കളെ. എനിക്ക് പറയാനുണ്ട്. എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം താത്വികാചാര്യൻ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സത്യം പുറത്തു വരും. പറഞ്ഞു കഴിഞ്ഞാൽ ചില സത്യങ്ങൾ പുറത്തു വരും. അതുകൊണ്ട് മോനെ കുഞ്ഞളിയ അവിടെ പോയി ഒന്നും മണ്ടത്തിന് വിളമ്പരുതേ, പ്രത്യേകിച്ച് സത്യങ്ങൾ വിളിച്ചു പറയരുതേ എന്ന് പറഞ്ഞു കാണും അല്ലേ? അല്ല നിങ്ങൾ പറയണ്ട. അല്ല നിങ്ങൾ കാണുമ്പോഴത്തേക്ക് വീണയുടെ കാര്യം ചോദിച്ചോണ്ട് വരണ്ട. അപ്പൊ വീണ വിജയനെ CPM എഴുതി തള്ളി അങ്ങനെയാണോ പറഞ്ഞു വരുന്നേ? വീണ വിജയൻ CPM എഴുതി തള്ളി. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഈ പെണ്ണുങ്ങളെ കൊണ്ട് CPM വല്ലാതെ തലവേദനയാണ് അല്ലേ സുഹൃത്ത്? പിന്നെ ഒരിടത്ത് ആര്യ രാജേന്ദ്രനാണെങ്കിൽ ഒരിടത്ത് വീണ വിജയൻ ഇതിനൊക്കെ കൊണ്ട് അല്ല. ഇപ്പൊ ലാബിനും എക്സാലോജിക്കും അതുപോലെ തന്നെ മറ്റേ PWC വാട്ടർ ഹൗസ് വാട്ടർ കൂപ്പേഴ്സും സ്വപ്ന സുരേഷും എല്ലാം ഇപ്പൊ ഒരുമിച്ചാണല്ലോ വരുന്നത്. അല്ല ഇവരെയൊക്കെ നാളേക്ക് കുറ്റം പറയാം. അല്ല ഇവിടെ വീണ മേടിച്ച് മറ്റേ അടുക്കി വെച്ചേക്കുവാ. ഇവിടെ ഒന്ന് പാടാ സത്യം പുറത്തു വന്നു. അടുക്കി വെച്ചോ ചെക്കാരി വെച്ചോ നമുക്കറിയില്ല. ആ 3 കോടി എടുത്ത് ഇവിടെ വെക്കി. എന്തായാലും സത്യം പറയുന്നത് ഇപ്പം നല്ലത്. പിന്നെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പൂജ ഉണ്ടെന്ന് എനിക്കറിയാമോ? തനിക്കറിയാമോടോ? ഈ പറയുന്നുണ്ടല്ലോ ഈ കിടന്ന് വിളിക്കുന്നുണ്ടോ? എന്തെങ്കിലും ചിക്കൽ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിനും പ്രത്യയശാസ്ത്രം ഞങ്ങളുടെ ആവി പോയാ വേണ്ട കേട്ടോ. ഞങ്ങളുടെ ചുമ്മാ നിന്ന് ഗുണഗുണ കണുഗുണ എന്ന് പറഞ്ഞോണ്ടിരിക്കും. ആരാ കണുഗുണ പറയുന്നത് നമുക്കൊക്കെ അറിയാം. എടോ സത്യം വിളിച്ച് പറയുമ്പോൾ സത്യത്തിന്റെ മുഖം വികൃതാതെ പറഞ്ഞിട്ട് മിണ്ടാതെ വായു മൂടി കെട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ നാളെ 2 പട്ടിയും കുറച്ചിട്ട് പോലും പട്ടിയെ മൈൻഡ് ചെയ്യണ്ട, അവരങ്ങ് മിണ്ടാതെ അങ്ങ് പൊക്കോളുന്നുള്ള ആ ഒരു മെന്റാലിറ്റി ആണെങ്കിൽ വേണ്ട. കളി ആരോടാണെന്ന് അറിയാലോ. വിദേശത്തായിരുന്നപ്പോ എന്താ പേടിക്കാൻ? എന്താ കുഴപ്പമില്ല. ഉള്ള കാര്യമാണല്ലോ പറയുന്നത്. ഇല്ലാത്തൊരു അക്കൗണ്ടിന്റെ കാര്യങ്ങളൊന്നും അല്ലല്ലോ പറയുന്നത്. ഉള്ള കാര്യം തന്നെയാണല്ലോ പറയുന്നത്. വീണ വിജയൻ അക്കൗണ്ട് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അയ്യോ ചെയ്യേണ്ട കാര്യം പറയില്ല. പക്ഷേ സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്ന ലാബിൽ നിന്ന് നിങ്ങൾ എന്തിന് പണം മേടിച്ചു? അതുപോലെ തന്നെ ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് അവരിൽ നിന്ന് എന്തിനു പണം മേടിച്ചു? വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പറയുകയാണ്. അവർക്കൊരു കമ്പനി ഉണ്ടായിരുന്നു എക്സാലോജിക് എന്ന് പറഞ്ഞുകൊണ്ട്. അത് തന്നെടോ എക്സാലോജിക്ക് വാങ്ങി എന്ന് തന്നെയാണ് പറയുന്നത്. അതിനപ്പുറം കൂട്ടിയിട്ടില്ല. കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പണി പണി ചെയ്തു. ക്ലിയർ ക്യാഷ് അത് തന്നെയല്ലേ ചെയ്ത പണി. ക്ലിയർ ക്യാഷ് ചെയ്തു എന്നല്ലേ പറയുന്നത്. ക്ലിയർ ക്യാഷ് എന്നെ കൊണ്ട് പറയും സുഹൃത്തുക്കളെ.
SFIO വന്നിട്ടുണ്ട്. SFIക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ചെന്നൈയിലെ ED ആസ്ഥാനത്ത് പോയിട്ട് വീണ വിജയനെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നതിൽ അത് ഇയാൾ ഇപ്പോൾ നിരസിച്ചേക്കാം. പക്ഷെ വീണ വിജയൻ നിരസിക്കില്ല, കാരണം അത് സത്യമാണ്. ഒലക്കയുടെ മൂട് അവരന്ന് മറ്റേ വീണ വിജയനെ ചെന്നൈ ചോദ്യം ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ദിവസം അവരവിടെ മറ്റേ ക്ലിഫ് ഹൗസിൽ പഴംപൊരി തിന്നോണ്ടിരിക്കുവായിരുന്നു. പഴം പൊരിച്ചു കൊടുത്തത് ഇയാളാണ്. അതുകൊണ്ട് നിന്നുകൊണ്ട് ഈ ന്യായീകരണ തൊഴിലാളിക്ക് കിട്ടുന്ന ആകെയുള്ള വരുമാനം ക്ലിഫ് ഹൗസിലെ കുഷിനിൽ നിന്ന് ഈ പഴംപൊഴി ഉണ്ടാക്കി കൊടുക്കുന്ന തുക മാത്രമാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെയും ലാവലിന്റെയും ഒക്കെ തെളിവ് കൊണ്ടുപോകണം. തെളിവല്ലേ കൊടുത്തത് തന്നെ ബോധ്യപ്പെടുത്തുന്ന കാര്യമില്ലല്ലോ. അതൊക്കെ കൊടുക്കേണ്ടവർക്ക് ഈടിക്ക് വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട്. തന്നെ കാണിച്ചിട്ടായിരുന്നല്ലോ ഈടിക്ക് കൊണ്ട് കൊടുത്തു. എന്നെ കാണിക്കാതിരിക്കോ? ഇവിടെ അതൊന്നും വിഷയമല്ല. മാധ്യമങ്ങൾ കാണിച്ചിട്ടുള്ള മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ? സാധാരണക്കാരായ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി എത്ര ദിവസം? അല്ല സുഹൃത്തുക്കളെ, 6 ദിവസം കൂടെ. ഇന്നിപ്പോ 28, ഇന്നിപ്പോ 29, ഇന്ന് 29, 30, 31, 1, 2, 3, 4 നാലിന് അറിയാലോ ജനവിധി. ആ ജനവിധി വെറും ട്രയൽ ആണോ? ആ ജനവിധി വെറും ട്രയൽ ആയിരിക്കുമോ? പിണറായി വിജയന്റെ കുടുംബത്തിന് നേരെ നാടല്ലോ നിങ്ങൾക്ക് നിർത്താതെ 1 മണിക്കൂർ പെയ്ത മഴയിൽ കേരളം മുങ്ങിയടോ. എവിടെ ഈ പറഞ്ഞ വിജയൻ? എവിടെ മുഖ്യമന്ത്രി? എവിടെ? ഫേസ്ബുക്കിൽ നാളേക്ക് 40 വട്ടം അല്ലെങ്കിൽ പോസ്റ്റ് ഇടുന്ന ആൾക്കാരാണല്ലോ. എത്ര പോസ്റ്റ് ഇട്ടോ ഇപ്പം ദുരന്ത നിവാരണം? അത് മാത്രം അറിയാം, പോസ്റ്റ് ഇട്ടോണ്ടിരിക്കാൻ മാത്രം അറിയാം. ഒന്ന് ഇറങ്ങി പ്രവർത്തിക്കാനോ ആ വെള്ളം കയറി കിടക്കും. തിരുവനന്തപുരത്തെ പല ഭാഗങ്ങളിൽ വെള്ളം കയറി കിടക്കുന്നുണ്ട്. എന്തെങ്കിലും വേണ്ട കാര്യങ്ങൾ ചെയ്യാനോ ഇവിടെ ആരുണ്ട്? ആരും ഇല്ല. എന്താണ് ഈ പറയുന്നത്? പിന്നെ ഇവിടുത്തെ ഇനി ഏതെങ്കിലും വിരുദ്ധ സർക്കാരായിരുന്നെങ്കിലോ അവിടെ കാണുമല്ലോ. തിരുവനന്തപുരത്തെ സകലമാന മന്ത്രിമാരും അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ എല്ലാ ആൾക്കാരും, എല്ലാ ഉദ്യോഗസ്ഥരും അവിടെ കാണുമല്ലോ. പറയുന്ന സുഹൃത്തുക്കളെ, മഴയുമായി ബന്ധപ്പെട്ട് യുദ്ധകാല അടിസ്ഥാനത്തിലാണ് എല്ലാ പ്രവർത്തനങ്ങളും നടന്നു വരുന്നത്. യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഇയാൾ പഴംപൊരി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് മാത്രമേ ഇയാളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇയാൾക്ക് നാളേക്ക് 40 വട്ടം അവരെ ഊട്ടാൻ മാത്രമേ അറിയാവൂ. ഇല്ലാത്ത ഈ ന്യായീകരണങ്ങൾ എന്തിനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നത്. നിങ്ങൾ ഇതിനൊക്കെ തെളിവ് കൊണ്ടുപോകണോ? നിങ്ങൾ കുറെ കാലം കൊണ്ട് ഇപ്പൊ വീണെ പിടിച്ചോണ്ട് പോകുന്നു പറയുന്നത് അംഗീകരിക്കാത്തടുത്ത കാലം പറ്റത്തുള്ളൂ. ഈയിടോ ഈ വീണ വിജയൻ ചെന്നൈ പോയത് നിങ്ങൾ പറയുന്ന ദിവസം അവര് ക്ലിഫ് ഹൗസിലുണ്ടോ? ഓ പരമ്പൊഴി പരമ്പൊഴി എന്താ കൊണ്ടേ കൊടുത്ത് നാക്ക് പഠിക്കണോടോ വല്ലപ്പോഴും? സുഹൃത്തുക്കളെ, അതാണ് അത് തന്നെ ഏറ്റവും വലിയ കളവല്ലേ. ഇവര് ചെന്നൈ പോയി എന്ന് പറയുന്ന ദിവസം, ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചെന്ന് പറയുന്ന ദിവസം അവര് ക്ലിഫ് ഹൗസിലുണ്ടോ? ചുമ്മാ കാരണം അങ്ങ് കണകൊണ പറഞ്ഞോളൂ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചോണ്ട് എന്റെ സുഹൃത്തുക്കളെ, എല്ലാം പിന്നിൽ ഇവിടുത്തെ മാധ്യമങ്ങളുടെ കൃത്യമായ അജണ്ടയുണ്ട്. മാധ്യമങ്ങളാണ് അനാവശ്യ ഒരു SFIO, ഒരു ED, ഒരു CBI, ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഇവര് പൊക്കി പിടിച്ചോണ്ട് വന്ന ഏതേലും ഒരു കേസിന് കോടതിയിൽ കൃത്യമായ തെളിവ് കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ ഹൈക്കോടതി കൊണ്ട് കർണാടകയിലെ കോടതി കൊണ്ട് കൊടുത്ത് അവിടുന്ന് കാലം മടക്കി അടിച്ചു വിട്ടത്. അതുകൊണ്ടോ? അതോ ശരി, കർണാടകയിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും എക്സാലോജി കർണാടക എക്സാലോജി കർണാടകയിലാണെങ്കിൽ പിന്നെ എന്തിന് കർണാടക കോടതി വരെ ചോദിച്ചു തെളിവെവിടെ? മാനത്ത് നോക്കിയിട്ട് കൊടുക്കേണ്ട തെളിവുകൾ കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നീതിയുടെ വഴിക്ക് എന്തായാലും പോകുന്നുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകുന്നുണ്ട്. ഇവിടെ ചിലവർ പലതും പറഞ്ഞു നടക്കുന്നുണ്ട്. അത് ഒരു കാരണവശാലും ഗുണം പിടിക്കാൻ പോകുന്നില്ല. ഇതിന്റെ ഒക്കെ അവസാനം എന്തായിരിക്കുമെന്ന് കണ്ടറിയാം. ഞാൻ പറയട്ടെ, ഇവര് വർഷങ്ങളായിട്ട് കുറെ കേസ് മുഖ്യമന്ത്രിക്ക് നേരെ പൊക്കി പിടിച്ചു നടക്കുന്നുണ്ടല്ലോ. ഇതിലേതേലും ഒരു കേസിന് മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിക്കാൻ ആഗ്രഹം അതാണ്. കേജ്രിവാൾ വരെ പറഞ്ഞോ അടുത്തത് നിങ്ങളെ മുഖ്യമന്ത്രിയാണ് ആകിയിരുന്നു. അവ കേജ്രിവാളിനെ തള്ളിപ്പറഞ്ഞു തുടങ്ങിയോ? ഇപ്പോ കേജ്രിവാളിനെ തള്ളിപ്പറഞ്ഞു അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. കേജ്രിവാൾ ജി പോയിട്ടുണ്ട്. ജാമ്യം തരണേ
തരണേന്ന് വിളിച്ചു പോയിട്ട് അപ്പൊ ഹൈക്കോടതി പറഞ്ഞ അതൊന്നും പറ്റൂല, മര്യാദയ്ക്ക് ജൂൺ 1 വന്ന് ജയിലിൽ കയറിക്കോളാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നാട്ടിലുണ്ടെങ്കിൽ ഈ ബ്രിജ് ഭൂഷണെ പോലുള്ള ഞരമ്പ് രോഗികൾക്കെതിരെ ഒരു നടപടി എടുത്ത് കാണിക്കാൻ പറയണോ നിങ്ങളുടെ മോങ്ങിജിയോട്? എന്താ അങ്ങനെ മിണ്ടാത്തത്? അങ്ങേർക്ക് അവിടെ ഇങ്ങനെ ഇരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അങ്ങേരുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരും കാണിക്കുന്ന തെണ്ടിത്തരങ്ങൾക്കെതിരെ അങ്ങനെ ഒരു നടപടി ഉണ്ടാക്കൂല. എന്നിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും എതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന ആളാണെന്ന് മൂക്കിന് തുമ്പത്തുള്ള ഡിവൈഎസ്പിയെ പൊക്കിയത് ബാത്റൂമിനകത്തുനിന്ന്. എന്നിട്ടും എപ്പോഴാണ് നടപടി എടുത്തത്? അത് മാധ്യമങ്ങളിൽ വന്ന് ചീഞ്ഞ് നാറിയപ്പോഴല്ല നടപടി എടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. നിങ്ങളുടെ കാര്യം നോക്ക്. നിന്റെ വീട് പിണറായി വിജയൻ വീട് നന്നാക്കി നാളെ നന്നാക്കി ഇറങ്ങി അയാളുടെ കുടുംബം അല്ലെങ്കിൽ ആളുടെ കുടുംബം എന്ന് പറയുന്നത് ഈ നാടാണോ? പേടിയല്ലോ മാങ്ങത്തൊരു പോ. അയ്യോ കുഴിയടിക്കാനുണ്ട്, പോയിട്ട് വരാം. മിക്കവാറും ഇയാളെ കുഴിയിലെടുത്തിട്ട് അടയ്ക്കേണ്ടി വരും. കുഴി അടിച്ചിട്ട് വരാം. പരമ്പൊഴി ഉണ്ടാക്കിക്കൊടു, ചൂട് ചായയും കൊടുത്തേക്ക്, മഴയില്ലേ. ബാക്കി തെളിവുകൾ നാളെ.